ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇത് ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ, ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് നമ്മൾ രാവിലെ തന്നെ കോഴികൾക്ക് കുറച്ച് ചോറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ചോറ് കൊടുത്തുകൊണ്ട് നമ്മളെ കോഴികൾക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് നെയ്യട്ടെ മുട്ട ഇടാതിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് രാവിലെ പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പഴുത്തോലി ആയിരുന്നു കേട്ടോ. കറുപ്പ് വരി അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി നമ്മളെ കോഴികൾക്ക് തീറ്റയിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേപോലെ നല്ല നേന്ത്രക്കായുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ചെറുപഴാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക നല്ലതായി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെറുതെ കട്ട് ചെയ്തിട്ട് നമുക്ക് കോഴിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു വേറൊരു വീഡിയോ ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല എന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇന്ന് നമുക്ക് എന്താ പറയുക വ്യൂസ് വളരെ കുറവായതുകൊണ്ടാട്ടോ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും ഇടാണ്ട് നിൽക്കുന്നത്. അപ്പം ഇതാക്കുന്ന എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇതാക്കുന്നതിന് നമ്മൾ ഇതാക്കുന്ന ആ ഒരു ഉള്ള പഴത്തൊലി ഇതാക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വെന്ത് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കളയാറില്ല കേട്ടോ. നമ്മൾ ബ്ലാക്ക് സോൾജർ പുഴുക്കൾക്ക് വേണ്ടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്ത് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ അങ്ങനെയായിട്ട് ചെയ്യാറ്. നമ്മൾ അധികം മീനിന്റെ വേസ്റ്റ് ഇടാറില്ല. നമ്മളല്ലാത്ത ഇതേപോലെ പച്ചക്കറീന്റെ വേസ്റ്റോ അല്ലെ ചക്ക കിട്ടുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ചോറും കറിയൊക്കെ ബാക്കി വന്നാൽ നമ്മളെ കോഴികൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും എന്തായാലും ബാക്കി വന്നാൽ തന്നെ ഞാൻ വേസ്റ്റിലേക്ക് ഇടാറില്ല. അപ്പം ഇന്ന് കുറച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കോഴികളൊക്കെ ഒരുപാട് കാണാതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാക്കുന്ന ഇന്ന് നമ്മൾ 2 ദിവസമായി നമ്മളെ കൂടിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ കൂടിൻ്റെ ഒരു ചുറ്റുഭാഗമൊക്കെ നമ്മളെ കുറച്ച് വേസ്റ്റും പ്ലാസ്റ്റിക്കും അതേപോലെ കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം നമ്മൾ ആ ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ആ ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്താൽ തന്നെ നമ്മൾ വെറുതെ ഇരിക്കില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ പണി എനിക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിനും നേരമല്ല കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞു വന്നൊന്നുമില്ല, നമ്മളിത് കുറച്ച് വലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാട്ടോ. അപ്പോൾ അതിൻ്റെ ആ ചൂടിൻ്റെ പരിസരത്ത് തന്നെ നമ്മൾ കൂടിനെ മറച്ചുകൊണ്ട് തന്നെ വലയിടാന്നുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാട്ടോ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ആ വലയിടുന്ന ഒരു വീഡിയോ ഞാൻ എന്തായിട്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ നമ്മളെ ഇന്ന് വലിയ പ്രത്യേകിച്ച് അങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ പഴത്തൊലി ഇതേപോലെ കുനുകുനാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ പഴത്തൊലിയൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് എടുക്കാന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ. നമ്മളെ തീറ്റയിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ പഴത്തൊലി നല്ലതാട്ടോ നമ്മുടെ കോഴികൾക്കൊക്കെ കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിയുള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തവിടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ തവിടും കൂടി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളെ പച്ചിലയൊക്കെ ഇതേപോലെ പപ്പായൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പം ഇന്ന് രാവിലെ തന്നെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടും ഞാൻ കുറച്ച് ചോറ് ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ആ ചോറാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കോഴികളൊക്കെ കട്ട വെയിറ്റിങ്ങിലാട്ടോ. പിന്നെ എപ്പോഴാണ് തുറക്കാന്നുള്ളത്. ഇവരെ പുറത്ത് അയച്ചു വിടുന്നതുകൊണ്ട് തന്നെ ഇവർ പുറത്തേക്ക് പോകാനുള്ള ഒരു തന്ത്രപ്പാടിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും പുറത്തേക്കൊക്കെ അയച്ചു വിടാൻ ഭയങ്കര പേടിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ കോഴികളൊക്കെ ഓരോ ദിവസം തോറും ഇങ്ങനെ കാണാതാവുന്നത് കൊണ്ട് തന്നെ ഒരു ചടപ്പ് ആയിട്ടോ. നമ്മളെ കോഴികളെ ഇങ്ങനെ പുറത്തേക്ക് അയച്ചു വിടാതെ ഇല്ലാത്ത നിവർത്തിയില്ല. കൂടിൻ്റെ ഉള്ളിൽ ഒരുപാട് സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവർ പുറത്തേക്ക് അയച്ചു വിടുകൊണ്ട് തന്നെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് കഴിക്കാനാണ്, നമ്മൾ തീറ്റ ചിലവൊക്കെ ഒരുപാട് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാട്ടോ നമ്മൾ വലയൊക്കെ ഇടാന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായത്. കൂട്ടിൽ ഇപ്പോൾ അത്യാവശ്യം വലിയ കോഴികളായതുകൊണ്ട് തന്നെ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ല. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വലയിടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും ഇതേപോലെ അയച്ചു വിടാൻ സൗകര്യമില്ലാത്തവരൊക്കെ ആണെങ്കിൽ വലയിട്ട് തന്നെ വളർത്തുക. ഇപ്പൊ ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഒരുപാട് കോഴികൾ എനിക്ക് മിസ്സിംഗ് ആണ്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് കോഴികളെ കാണുന്നതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആദ്യമൊക്കെ ആദ്യമൊക്കെ ഒരുപാട് കോഴികളുണ്ട്. അന്നൊന്നും വലിയ തോതിൽ വീഡിയോ ഒന്നും എടുക്കല്ലായിരുന്നു. ഇപ്പൊ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് വന്നപ്പോൾ നമുക്ക് കോഴികളും ഇല്ലാതായി. അപ്പൊ പറ്റ കുറവാട്ടോ. എന്നാലും വലിയ വിഷമമൊന്നുമില്ല. നമ്മൾ ഒരു കോഴി പോലും ഇല്ലാത്ത എനിക്കിപ്പോൾ ഇത്രയും കോഴികളിൽ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ നമ്മളെ തള്ളക്കോയും കുഞ്ഞുങ്ങളുള്ള കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന നല്ലപോലെ കുറച്ചും കൂടി വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. വാലൊക്കെ മുളച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കാർബോണിന്റെ പെട്ടിയാട്ടോ ഉള്ളിലിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആകെ നാശകോലാക്കി മാന്തി ചെനക്കിയിട്ടൊക്കെ നാശാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇതാക്കുന്ന ഇവര് തിന്നാൻ വന്നാന്നുള്ള ഒരു ഇതിലാട്ടോ. ഞാൻ തീറ്റ വെള്ളമൊക്കെ കൊണ്ടുപോയി വെച്ചായിരുന്നു. അത് കണ്ടിട്ടാട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു വെള്ളപാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ നമ്മളെ തള്ളക്കോയി എപ്പോഴും തള്ളിയിടും. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം അതിൽ എപ്പോഴും സ്റ്റോക്ക് നിൽക്കില്ല കേട്ടോ. പിന്നെ നമ്മളെ വേറെ നമ്മളെ കുപ്പിയിൽ ഒഴിച്ചു വെക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതുണ്ട്. പിന്നെ അത് ഞാൻ എടുത്തില്ല. ഞാനത് കുപ്പി ആകെ നാശമായി. പിന്നെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അപ്പൊ ഈ ഒരു പാത്രത്തിലായിട്ട് നമ്മൾ വെള്ളം വെച്ചെടുത്ത് അപ്പൊ അതും തട്ടിത്തൂത്തു. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു എന്താ പറയാ ആദ്യത്തെ ഒരു വീഡിയോ നന്നാക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ നന്നാക്കി ഇതാക്കുന്ന കൂടിന്റെ ബേക്ക് ഭാഗമായിട്ട് വരും. ഇവയൊക്കെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കേട്ടോ കൂട് വെച്ചിരിക്കുന്നത്. അതിന്റെ സൈഡൊക്കെ നന്നായിട്ട് നമ്മുടെ ആദ്യം താമസിച്ച ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒഴിവാക്കി ഇതാക്കുന്ന നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാക്കുന്ന കണ്ടില്ലേ, ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മളെ ജന്തുക്കളൊക്കെ വരാതിരിക്കാനും നമ്മുടെ കോഴികളുടെ കൂടൊക്കെ നന്നാക്കിയിടുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഇത് നമ്മളെ ഗപ്പീന്റെ ടാങ്ക് ആട്ടോ. അത് ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കോഴികൾക്ക് ഒന്നും കൂടി നിൽക്കാനുള്ള സൗകര്യം കൂടി ഒന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് ആ ഒരു കുളം മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും വേണ്ടില്ല, കുറച്ച് സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഇട്ട് കൊടുത്താലും അവരവിടെ നിൽക്കല്ലോ, എന്തായാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതിൽ കൂട് ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ട് വല മറയ്ക്കാന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ആട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടൊക്കെ ഇതാക്കുന്ന ഇങ്ങനെയാട്ടോ നമ്മുടെ കൂടിന്റെ ബേക്ക് ഭാഗം. അപ്പൊ നമ്മളെ കുളത്തിന്റെ അവിടെയുള്ള ഒരു കല്ലാട്ടോ കാണുന്നതൊക്കെ. അപ്പൊ ഇതാക്കുന്നത് നമ്മളെ കോഴി ഇതാക്കുന്ന അടയിരിക്കാനുള്ള ഒരു പരിപാടിയിലാട്ടോ. അപ്പൊ ഇവിടെ 2 ദിവസമായി അടയിരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ കോഴിമുട്ടയൊന്നും വെച്ചു കൊടുത്തില്ല. 2 ദിവസമൊക്കെ അടയിരുന്നിട്ട് 3-ാമത്തെ ദിവസമൊക്കെ ആട്ടോ നമ്മൾ കോഴിമുട്ട വെച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ ചില കോഴികൾ 2-3 ദിവസമൊക്കെ ഇരുന്നിട്ട് പിന്നെ പോകും. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്ക് മുട്ടയൊക്കെ വെച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മളെ കുറച്ച് കോഴിമുട്ടയുണ്ട്. അപ്പൊ അത് വെച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ച്. അപ്പൊ അതും കൂടി നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അപ്പൊ അതുകൊണ്ടാട്ടോ നമ്മൾ ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. അപ്പൊ എന്തായാലും വൈകുന്നേരത്തിനിടയിൽ നമ്മൾക്ക് ഈ കോഴിക്ക് അട വെച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ കോഴി നമ്മളെ അകത്താട്ടോ വന്ന് മുട്ടയിടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ കോഴികളൊക്കെ എവിടെയാണോ മുട്ടയിടുന്നത് അവിടെയാണ് അടയിരിക്കാനിരിക്കുക. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം വെച്ചു കൊടുത്താട്ടോ നമ്മൾ ഈ ഒരു കോഴിമുട്ട. പിന്നെ ഇവര് അവിടെ ഇരിക്കാനായിട്ടുണ്ടെങ്കിൽ ഇവര് കോഴിമുട്ട എടുത്ത് ഇങ്ങനെ നീക്കി അവരെ വയറിന്റെ അടിയിലേക്ക് ഇങ്ങനെ നീക്കി വെക്കും. അപ്പൊ അതാണ് ആദ്യത്തെ ലക്ഷണം കേട്ടോ. നമ്മളിത് അതേപോലെ കോഴിമുട്ട നീക്കി അവര് കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പൊ ഇത് നമ്മളെ കോഴികളെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ വലയാട്ടോ. ഇത് അത്യാവശ്യം നല്ല വലയാണ്, നല്ല ക്വാളിറ്റിയുള്ള വലയാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ വല വാങ്ങിയിട്ടുണ്ടാവും. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ വലയാട്ടോ. അപ്പൊ അതുണ്ട്. അപ്പൊ അതും കൂടി ഇതിലേക്ക് കൂട്ടിയിട്ട് വേണം നമ്മളെ കൂടെല്ലാം വലയിടുന്നത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് 22 മീറ്റർ ആട്ടോ ഇത് മൊത്തത്തിലുള്ളത്. അപ്പൊ നല്ല വലയാണ്, നല്ല വലിപ്പമുള്ള കണ്ണിയാട്ടോ. പിന്നെ ഇത് മീറ്ററിന് 45 രൂപയാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ കയറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ വാങ്ങണല്ലോ. കയറും കൂടി ഇട്ട് കെട്ടുമ്പോൾ അതൊന്ന് കറക്റ്റ് ലെവലിൽ നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മളെ കോഴികൾ ഇതേപോലെ കാണാതെ ആയതുകൊണ്ടാട്ടോ ഞാൻ നമ്മൾ ഇതേപോലത്തെ വല വാങ്ങി കോഴികളെ അതിൻ്റെ ഉള്ളിൽ ഇടാലോ എന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് പൈസ മുടക്കിയാലും നമ്മുടെ കോഴികളൊക്കെ സുരക്ഷിതമാക്കിയാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മുടെ കോഴികളൊക്കെ ഒരു 3-4 മാസമൊക്കെ ആയ കോഴികളെയാണ് ഇവിടെ കാണാതാവുന്നത്. അപ്പോൾ ഒരുപാട് വിഷമമല്ല. ഒരു 3-4 കോഴികളൊക്കെ നമ്മൾ വിറ്റാൽ തന്നെ നല്ലൊരു പൈസ കിട്ടും.
അപ്പൊ എന്തായാലും നമ്മൾ ഇതാക്കുന്ന ഇതേപോലത്തെ വല വാങ്ങിയിട്ട് നമ്മുടെ കോഴികളൊക്കെ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ചുറ്റുപാടൊക്കെ നല്ല കാടും ഒക്കെ ആയിട്ടുണ്ട്. എന്ത് വന്നു നിന്നാലും കാണാത്തൊരവസ്ഥ കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഇടുന്നുണ്ടാവും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാട്ടോ ഉള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.